അത് പോകണല്ലോ. എന്താടി ഇത്ര താമസിച്ചു? താമസിക്കാൻ ഞാനിപ്പോ പോയല്ലേ ഉള്ളൂ. അച്ഛാമ്മ രാവിലെ മരം കളിക്കണ 2 തേങ്ങ കിട്ടി. ഞാൻ വലിക്കണ നീ വെള്ളത്തിലോട്ട് പോരും. ഞാൻ ഇറങ്ങി ഇറക്കിയോളാടി. അതാ ചൂലെടുത്തു. മീൻ കിട്ടിയാടി? ആ ഞാൻ ചെന്നാ പിന്നെ മീൻ കിട്ടാണ്ടിരിക്കോ? ഞാൻ അഥവാ കിട്ടിയില്ലെങ്കിൽ ഞാൻ പിടിച്ചിട്ടല്ലേ പോരുള്ളൂ. എന്ത് മീൻ പിടിക്കണ ആള്. ആ ചൂലങ്ങോട്ട് വെക്കു വെച്ച് എൻ്റെ കയ്യിലായിട്ട് എന്തിനാ തന്നെ. തേങ്ങാ പെറുക്കൽ നിർത്തിയ? ഞാൻ ഇനി തേങ്ങാ പെറുക്കാനൊന്നും പോണില്ല. അതങ്ങനെ ഒഴുകി വന്നപ്പോൾ ഞാൻ 2 എടുത്തതാണ്. അന്നൂർ തന്നെ ഫുള്ള് തേങ്ങയുടെ പുറകെ. ഇതെന്ത് സാധനം? ഇതെന്ത് മീനാടി? ചാള മേടിക്കാൻ പോയിട്ട് ഈ പ്ലാസ്റ്റിക് പോലത്തെ മീനും മേടിച്ചിട്ട് വന്നേക്കണം. നല്ല ഭംഗിയില്ലേ? എനിക്കിഷ്ടപ്പെട്ടു. അച്ഛമ്മക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇത് തിന്നാ ചത്തു പോവാ. ചത്തൊന്നും പോകൂലേ, ഇതല്ലേ തന്നെ ചത്തിരിക്കണല്ലേ. ഒന്ന് പോടി. ആ കടക്കാരൻ പറഞ്ഞ നല്ല മീനാന്ന് പറഞ്ഞു. പിന്നെ എനിക്കും കണ്ടപ്പോ ഇഷ്ടപ്പെട്ടപ്പോ ഞാൻ വാങ്ങിച്ചു. ആ ലിസ്റ്റിക്കൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിന്റെ പേരെന്താണെന്നറിയോ? പാരറ്റ് ഫിഷ്. തത്തമ്മേനെ പോലെ ഇരിപ്പില്ലേ? ആ തത്തമ്മേനെ പോലെ ഇരിപ്പുണ്ട്. ചുണ്ട് ചുവന്നും ഇരിപ്പുണ്ട്. ചത്തമീനാണെന്ന് പറഞ്ഞിട്ട് നല്ല ചാട്ടമാണല്ലോ. അച്ഛമ്മക്ക് പിടിക്കാൻ അറിയാൻ മേല. ആള് സുന്ദരനാണല്ലേടി? ആ സൗന്ദര്യത്തിലാണല്ലോ ഞാൻ മീന് പോയത്. കൊച്ചിരി ഓടുന്നുണ്ട്. സൗന്ദര്യം നോട്ടൊക്കെ. പിന്നെ പുറത്ത് മാത്രമേ കളറുള്ളല്ലേ, ഉള്ളിലൊക്കെ വെള്ള കളറല്ലേ. നീ എന്തായാലും ഇത്ര ബുദ്ധിയില്ലാത്തവളായി പോയി. അച്ഛമ്മയുടെ കൂടെ നടന്നിട്ടായിരിക്കും. അതിനൊക്കെ നല്ല ബുദ്ധിയാണ്, തറുതല പറയാനായിട്ട്. കരിമിച്ചിന്റെ പുറത്തുള്ള ഇതാണാ കരിമീൻ ചെത്തിക്കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ. അയ്യോ നല്ലത് അത്തേനെ പോലെയെന്ന് വെച്ചാൽ മീനായിരുന്നു. അച്ഛമ്മ പട്ടി അടിച്ച പോലെയൊക്കെ ഇപ്പൊ. എന്നാ പിന്നെ അവിടെ നിന്നാ പോരായിരുന്നു. എന്തിനാ വെട്ടിത്തേക്കാൻ പറഞ്ഞത്? തക്കാളി അരിഞ്ഞിരുതാ, ഞാൻ അരച്ചോണ്ട് വരട്ടെ. അച്ചാമ്മ ഉള്ളി ഞാൻ അരിഞ്ഞോട്ടെ? ആ അരിഞ്ഞു. അല്ല ഇനി അച്ചാമ്മക്ക് അരക്കണമെങ്കിൽ അച്ചാമ്മ അരച്ചോ. ഓ അത്ര വലിയ മോഹമൊന്നും എനിക്കില്ല. വട്ടത്തിലല്ലേ അരിയണ്ട? ആ എടീ നടി ഒരു പുളിയുടെ കുരു തരാം. ആ മധുരം കുറവാ അല്ലേ? പുളിയുണ്ട്.
ഇപ്പം പച്ച കളർ മാറി ചുവപ്പ് കളറായില്ലേ, നല്ല കളറായില്ലേ. ഇപ്പൊ കാണാൻ നല്ല ഭംഗിയുണ്ട്. നീ എന്നാ തീ കത്തിച്ച്, ഇത് മഴവനുണ്ട്, അടപ്പിലിട്ട് വെക്കാനാണ്. മഴവന്ന് അച്ഛമ്മ തീപ്പെട്ടി എന്തേ? അച്ഛമ്മ തീപ്പെട്ടി എന്തേ? അത് കിഴക്കാട്ട് നടന്നു പോയി. പോകും. അച്ഛമ്മനെ പേടിച്ച് ഇവിടുത്തെ സകല സാധനം നടന്നു പോകും. അടി കൊച്ചേ, ആ കപ്പയൊന്ന് പൊളിച്ച് കണ്ടിച്ചെടുത്തേ. അപ്പൊ ഇത് അരി വെക്കണില്ലേ? കപ്പയും മീൻ കറി വേണം. ഇത് മഴയത്തൊക്കെ കപ്പയും മീൻ തിന്നാനല്ലേ ഒരു സുഖം. അരി വെക്കാൻ കഴിയില്ലെങ്കിൽ പറഞ്ഞാ പോരും. ആവശ്യത്തിനായിട്ട് നീ വെക്കണുണ്ടല്ലോ. പിന്നെ ഞാനൊന്ന് റെസ്റ്റ് എടുത്തപ്പോഴാണ് അവൾക്ക് ബുദ്ധിമുട്ട്. ഓ, ഇതെന്തൊരു മഴയാണ്. ചാറിന് കുറവൊന്നും വരികയല്ല. ഇനി കറി ചീത്തയിപ്പോഴാണെങ്കിൽ അത് പറഞ്ഞാൽ മതിയല്ലോ. ഇതെന്തെങ്കിലും മാറുക. ഓ, വാവോ. കൊള്ളാം അല്ലേ? നല്ല സോഫ്റ്റ് ആവശ്യം. അതാണ് ഭർത്താവ് പൊടിഞ്ഞു പോയത്. കരിമീൻ തന്നെ ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഓർത്തത് പൊങ്ങ് പോലെ ഇരിക്കണോണ്ട് രസം ഉണ്ടായിരുന്നു. കൊള്ളാം, നല്ല മീൻ. ഗ്രേവി നല്ല ടേസ്റ്റാണ്. ഇത് തിന്നോണ്ട് എനിക്ക് കൂടിക്കൂടി വന്നോണ്ടിരിക്കണേ. കളർ മീൻ കൊള്ളാം. പക്ഷെ ആരാണ് വളർത്താനെങ്ങാണ്ട് ഇട്ടാച്ച മീനാ. ഇത് കടലിലെ മീനാച്ചാൽ വളർത്തുന്നൊന്നും പറയല്ലോ. കടലിലെ കായലിലൊക്കെ ആകട്ടെ. ചെടിയിൽ അങ്ങോട്ട് നോക്കിയടിയില്ല, വെള്ളം കയറി തന്നെ. അയ്യോ, ശരിയാണല്ലോ. ഇത് ഏറ്റപ്പൊക്കലാണല്ലോ ഇത്. ഇവന് മുറ്റം മൊത്തം അറിയുമല്ലോ. എളുപ്പാട്ടെ എളുപ്പാട്ടെ.
അച്ഛമ്മനാണ് അപ്പളേ പറഞ്ഞു ഇത്ര തേങ്ങ പിടിച്ച് വെക്കണ്ടെന്ന്. എടി നീ അത് പറഞ്ഞിട്ട് പോയി തല തോർത്തിക്കേ. ഇനി വല്ലതും പിടിച്ച് വെക്കണമെങ്കിൽ വല്ല പൊക്കത്തും കൊണ്ടേ വെക്ക്. എല്ലാം ഒഴുകിപ്പോ.